ആദ്യ ഫലസൂചനകൾ തുടങ്ങിയിരിക്കുന്നു. ആദ്യ ഫലസൂചനകൾ മഹാഗഠബന്ധൻ ഒരിടത്തും NDA ഒരിടത്തും ലീഡ് ചെയ്യുന്നു. 1-1 നിൽക്കുന്നു. NDA ഒരിടത്തും മഹാഗഠബന്ധൻ ഒരിടത്തും. ആസിഫെ എവിടെയൊക്കെയാണ്? തുടങ്ങുമ്പോൾ NDAക്ക് ഒരു ലീഡ് നില നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 3ഇടത്തേക്ക് NDA ഇപ്പോൾ ലീഡ് ഉയർത്തുന്നുണ്ട്. ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസ്റ്റൽ ബാലറ്റുകളുടെ ആദ്യ ഫലസൂചനകളാണ് വന്നു തുടങ്ങുന്നത്. അത് അതിൻ്റെ ഒരു സൂചനയായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ NDAക്കാണ് ഒരു നേരിയ മുൻതൂക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ വന്നു തുടങ്ങുക. ഇപ്പോൾ ഏകദേശം 10-ൽ താഴെ മണ്ഡലങ്ങളുടെ ഫലസൂചനകൾ വന്നു തുടങ്ങിയപ്പോഴാണ് NDA ക്യാമ്പിന് ഒരു ആശ്വാസമാകുന്ന തരത്തിലുള്ള ഇപ്പോൾ ഫലസൂചനകൾ വന്നു തുടങ്ങുന്നത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വോട്ടെണ്ണൽ നീങ്ങുന്ന സമയത്ത് സ്വാഭാവികമായും അത്തരത്തിൽ ഇനി നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ NDAയുടെ ഒരു ലീഡ് നില പരിശോധിച്ചാൽ BJP 2ഇടത്തും JDU 1ഇടത്തും. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിടത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ അത്തരത്തിൽ ജനസ്വരാജ് പാർട്ടിക്ക് ലീഡുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് NDAക്ക് ഇപ്പോൾ 4ഇടത്ത് NDA ലീഡ് ചെയ്യുമ്പോൾ അതിൽ 3ഇടത്ത് സ്വാഭാവികമായും ഇപ്പോൾ BJPയും ഒരു സ്ഥലത്ത് JDUമാണ് ലീഡ് ചെയ്യുന്നത്. എന്തായാലും ലിജോ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ സ്വാഭാവികമായും NDAക്കാണ്. NDA 6ഇടത്ത് ലീഡ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ ലീഡ് നമ്മൾ എക്സിറ്റിൽ കണ്ടതുപോലെ ലീഡ് ഉയർത്തുന്നു പോസ്റ്റൽ ബാലറ്റിൽ NDA. ആസിഫ് തീർച്ചയായും അങ്ങനെയാണ് ലിജോ. ഇപ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ സ്വാഭാവികമായും NDAക്ക് ലീഡ് നില ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. അത് നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായും അതായത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ നിലവിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. NDA 6 സീറ്റിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 സീറ്റിലേക്ക് മാറി എന്നുള്ളതാണ്. 4 സീറ്റിൽ മഹാഗഠബന്ധൻ ലീഡ് ചെയ്യുന്നു. അത് ആരൊക്കെയാണെന്നുള്ളത്, കോൺഗ്രസ് ആണോ RJD ആണെന്നുള്ളതൊക്കെ കാണണം. പക്ഷേ ജൻസുരാജ് പാർട്ടിക്കും ലീഡ് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ജൻസുരാജ് പാർട്ടി മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് 5 സീറ്റ് 6 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ പോലും നിലവിലെ സാഹചര്യത്തിൽ ജൻസുരാജ് പാർട്ടിക്കും ലീഡ് എടുക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് ഇപ്പോൾ വരുന്ന 2എണ്ണത്തിൽ 2 ജൻസുരാജ് പാർട്ടിയാണ്. അതെ, 2 2 സീറ്റുകളിൽ ജൻസുരാജ് പാർട്ടിക്ക് അവിടെ ലീഡ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഉണ്ടാക്കിയ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കിയ ആ പ്രചാരണത്തിന്റെ വോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി അത് പിടിക്കുക കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ യുവാക്കൾ ആയ ആളുകളെ ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ പ്രചാരണം നടന്നത്. അത് ആ തരത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ മഹാഗഠബന്ധന് പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് NDAക്ക് കുറെ കൂടി ഗുണകരമായ തരത്തിലാണ് ഇപ്പോഴത്തെ വോട്ടെണ്ണൽ പാറ്റേൺ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ആദ്യഘട്ട ഫലസൂചന മാത്രമാണ്. അവിടെ നിന്ന് മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞും മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഏതായാലും NDA ആണെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. തീർച്ചയായും